22-ാം തീയതി നമ്മൾ എവിടെയായി പോണ്ട, കണ്ണൂർ പോലീസ് മൈതാനത്തിൽ എന്തായാലും എല്ലാവരും എത്തിച്ചേരുക. ഫ്ലവർ ഷോൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇത് ഇവിടെ നടക്കുന്നുണ്ട്. പൂവുകളും ചെടികളും ഒക്കെ ആയിട്ട് എല്ലാം സെറ്റാക്കി വരുവാണ്. എന്തായാലും 2 ദിവസമേ നമ്മളിനി വെയിറ്റ് ചെയ്യണ്ടു. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇവിടെയുണ്ട്. നമുക്ക് അവരോട് കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചറിയാം. അപ്പോൾ ഓക്കെ, നമുക്ക് അവിടത്തേക്ക് ചെല്ലാം. രത്നാരേട്ടോ, നമ്മൾ കണ്ണൂർ വ്ളോഗ് ചെയ്യുന്ന ആളാണ്. എൻ്റെ പേര് അനൂപ് എന്നാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഫ്ലവർ ഷോ ആയി ബന്ധപ്പെട്ടിട്ട് പൊതുസമൂഹത്തിലേക്ക് ഒരു അറിവ് കൊടുക്കണമല്ലോ, ഇത് എപ്പോഴാണ് എന്താണെന്നല്ലോ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. 2 വാക്ക് ഒന്ന് രത്നാരേട്ടൻ പറയാം. ഈ എല്ലാ വർഷവും ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് നമ്മുടെ പുഷ്പോത്സവം നടക്കുന്നത്. അതെ അതെ അതെ. മുഴുവൻ ജനങ്ങളും ഈ സമയം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതെ അതെ. കാരണം 969-ലാണ് സൊസൈറ്റി രൂപം കൊള്ളുന്നത്. ഓക്കെ. 69 തുടങ്ങിയിട്ട് ഒരുപക്ഷെ പ്രകൃതി ദുരന്തത്തിൻ്റെയോ പക്ഷോ അത്തരത്തിലുള്ള ചില ഇടവേള ഒഴിവാക്കി കഴിഞ്ഞാൽ എല്ലാ വർഷവും ജനുവരി ഫെബ്രുവരി മാസത്തിൽ നടക്കുന്ന ഈ പുഷ്പോത്സവത്തെ ജനങ്ങൾ കാത്തു നിൽക്കുകയാണെന്നുള്ളതാണ് നമ്മൾ അനുഭവം കൊടുക്കുകയാണെങ്കിൽ. ഏതാണ്ട് 2 ലക്ഷത്തോളം ആളുകളാണ് ഓരോ വർഷവും നമ്മളിവിടേക്ക് ഒഴുകിയെത്തുന്നത്. അതെ. അത് തീർച്ചയായിട്ടും ഈ വർഷവും അതിൻ്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ പുഷ്പങ്ങളൊക്കെ ഇറങ്ങി. അതെ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ചെടികൾ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും മറ്റന്നാൾ വൈകിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഈ ഗതാഗത തീപ്പറ്റിനാണ് നിർവഹിക്കുന്നത്. ഈ മുഴുവൻ ആളുകളെയും ഉദ്ഘാടന ഇതിലേക്കും തുടർന്ന് നടക്കുന്ന 13 ദിവസം നടക്കുന്ന പുഷ്പോത്സവ പരിപാടികളിലേക്കും ഞങ്ങൾ ക്ഷണിക്കുക. അവിടെ ഒരു വലിയൊരു സ്റ്റേജ് എല്ലാം കാണുന്നുണ്ട് ആ ഭാഗത്തായിട്ട്. അപ്പൊ അത് എന്താ കാര്യം? അവിടെ സ്റ്റേജ് പ്രോഗ്രാം അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? വ്യത്യസ്തങ്ങളായുള്ള പരിപാടികൾ ഇതിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ കൂട്ടി കൊണ്ടുവരിക എന്നുള്ള ഒരു പരിപാടി. ഉദാഹരണം പറഞ്ഞാല് ഭിന്നശേഷിക്കാരെ, നമുക്ക് ഈ അരക്ക് കീഴോട്ട് തളർന്ന ആളുകൾ, അവർക്ക് പലപ്പോഴും വീടിന് പുറത്തിറങ്ങാൻ കഴിയാറില്ല. അതെ അതെ. അത്തരം ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ പുഷ്പഫല സസ്യ പ്രദർശനം കാണിക്കുക എന്നുള്ളൊരു പരിപാടി ഇതിന്റെ ഭാഗമായിട്ട് ജനുവരി 26 സംഘടിപ്പിക്കുന്നത്. വളരെ നല്ല കാര്യം, നല്ലൊരു കാര്യമാണ് അത് ചെയ്യുന്നത്. കാരണം വീടുകളിൽ ഒതുങ്ങി അവരെ സ്വപ്നങ്ങളും അവരെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാണ്ട് ഒതുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ അവരെയും കൂടി പങ്കെടുപ്പിക്കുന്ന അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം രത്നാരേട്ടാ. അപ്പം ഞാൻ എന്തായാലും ഇത് സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്ന രീതിയിൽ ഞാനിത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ രത്നാരേട്ടാ, ഓക്കെ, നന്ദി.